ഹലോ ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അൽഹംദുലില്ലാഹ്, ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് നിങ്ങളോടൊരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് വന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം എനിക്ക് ഇസ്ലാം മതത്തിൽ നിന്നും കിട്ടിയ ഒരു ചെറിയൊരു അറിവ് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇസ്ലാം മതം പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ മുന്നിൽ യാചിച്ച് വരുന്നവനെ നിങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുക. അതായത് നമ്മളെ മുന്നിൽ, അതായത് ഇസ്ലാമിൻ്റെ മുന്നിൽ ആരെങ്കിലും യാചനമായിട്ട് വരികയാണെങ്കിൽ ആ യാചന നിങ്ങൾ തള്ളിക്കളയാതിരിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്തെന്ന് വെച്ചു, അവനിൽ നിന്ന് നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്. അതായത് നിങ്ങളൊരു ഉപകാരം ചെയ്തവനെ, നിങ്ങളെ സഹായിച്ചവനിൽ നിന്നും നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. തിരിച്ച് നിങ്ങൾ അതായത് പഠിച്ചവൻ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം നൽകും എന്നാണ് ഇസ്ലാം മതത്തിൽ പറയുന്നത്. അപ്പം ഞാൻ പഠിച്ചൊരു കാര്യമാണ് കേട്ടോ, അത് നിങ്ങളോട് കൂടി ഞാൻ പറയുകയാണ്. എനിക്ക് കിട്ടിയൊരറിവ് ഞാൻ നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യുന്നു. അതായത് ഇസ്ലാം മതം ഒരാളിൽ വൈരാഗ്യത്തോടെ കാണുന്നില്ല, വെറുപ്പോടെ കാണുന്നില്ല. എല്ലാവരെയും സ്നേഹിക്കുക, ബഹുമാനിക്കുക, നിങ്ങൾ മുതിർന്നവരെ സ്നേഹിക്കുക, നിങ്ങളുടെ താഴെയുള്ളവരോട് കരുണ കാണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്കിത്രയാണ് പറയാനുള്ളത്. ഞാൻ പഠിച്ചൊരറിവ് നിങ്ങളിലേക്കും ഞാൻ ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.